Dear students, our next topic is potassium permanganate, that is KMnO4. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ കണ്ടു പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് കണ്ടു, അതിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടു, അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് കണ്ടു. ഇനി നമുക്കതിൻ്റെ അകത്ത് കാണാനുള്ള അടുത്ത കോമ്പൗണ്ട് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ വരുന്ന അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 അതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. ഇപ്പോൾ ഫസ്റ്റ് അതിൻ്റെ പ്രിപ്പറേഷൻ, ഈ KMnO4 ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നത് പൈറോളിസൈറ്റ് എന്ന് പറയുന്ന ഓറിൽ നിന്നാണ്. It is prepared from pyrolusite ore. Pyrolusite is MnO2, manganese dioxide. Okay. The preparation involves mainly two steps. In the first step, manganese dioxide, that is pyrolusite, is fused with potassium hydroxide in presence of excess air to form K2MnO4, that is potassium manganate. ഈ പൊട്ടാസ്യം മാംഗനേറ്റ് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റും യൂസ് ചെയ്യാവുന്നതാണ്. KNO3യും യൂസ് ചെയ്യാറുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പൊട്ടാസ്യം മാംഗനേറ്റ് ഡിസ്പ്രപ്പോർഷനേറ്റ്സ് ഇൻ അസിഡിക് ഓർ ന്യൂട്രൽ മീഡിയം. വി ഗെറ്റ് KMnO4 ഓർ പെർമാംഗനേറ്റ് അയോൺ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2MnO2 + 4KOH + O2 gives 2K2MnO4 + 2H2O. അത് നമുക്ക് കിട്ടി. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡിസ്പ്രപ്പോർഷനേറ്റ്സ്, ദാറ്റ് K2MnO4 ഡിസ്പ്രപ്പോർഷനേറ്റ്സ് വി ഗെറ്റ് പെർമാംഗനേറ്റ് അയോൺ. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എഴുതാറുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനകത്ത് രണ്ടാമത്തെ ഒരു സെക്ഷൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ആദ്യം ഈ K2MnO4 that undergo decomposition and break down into 2K plus MnO4 2- മാംഗനേറ്റ് അയോണാണ് നമുക്കവിടെ കിട്ടുക. 2 പൊട്ടാസ്യം അയോണും പിന്നെ മാംഗനേറ്റ് അയോണുമാണ് കിട്ടുക. ആ മാംഗനേറ്റ് അയോണാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷന് വിധേയമാകുന്നത്. അപ്പം ആ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷന് വിധേയമായി കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? ആ ഒരു റിയാക്ഷനും അവിടെ തന്നിട്ടുണ്ട്. MnO4 2-, അതായത് 3MnO4 2- plus 4H plus gives 2MnO4- plus MnO2 plus 2H2O. അപ്പോൾ ഈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞ വർഷം റിഡോക്സ് റിയാക്ഷൻസിൻ്റെ അകത്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സെയിം സബ്സ്റ്റൻസ് ഈസ് അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ. അതിൽ പേരൻറ്റ് കോമ്പൗണ്ട് ഈസ് ബ്രേക്ക് ഡൗൺ ഇൻറ്റു 2 or more compound. One is having higher oxidation state and the other is having lower oxidation state than the parent compound. അപ്പം ആ ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ്റെ കേസ് ഒന്ന് ഓർത്തിരുന്നേക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പൊട്ടാസ്യം മാംഗനേറ്റിന് അത് ഡീകമ്പോസ് ചെയ്തിട്ട് പൊട്ടാസ്യം അയോണും മാംഗനേറ്റ് അയോണും ഫോം ചെയ്യും. ആ മാംഗനേറ്റ് അയോൺ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷന് വിധേയമാകും. അപ്പോൾ അസിഡിക് മീഡിയത്തിലാണ് അത് ആ ഒരു റിയാക്ഷൻ നടക്കുക. അസിഡിക് അല്ലെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷൻ്റെ പ്രസൻസിലാണ് ആ ഒരു റിയാക്ഷൻ നടക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർമാംഗനേറ്റ് അയോൺ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇനി അതിൻ്റെ അത് കാണാനുള്ളത് കൊമേർഷ്യൽ പ്രിപ്പറേഷനാണ്.
ഇപ്പോൾ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷനിലും നമ്മൾ പൈറോളിസൈറ്റ് തന്നെയാണ് എടുക്കുക. ദാറ്റ് ഈസ് ഫ്യൂസ്ഡ് വിത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഓർ KNO3 in presence of excess air. Then we get manganate ion. In the second step, this manganate ion undergo electrolytic oxidation. In alkaline solution, we get permanganate ion. നെക്സ്റ്റ് അതിൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ മെത്തേഡാണ് നമ്മൾ കാണുക. ഈ ലബോറട്ടറി പ്രിപ്പറേഷൻ മെത്തേഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു മാംഗനീസ് അയണിൻ്റെ സാൾട്ടാണ് എടുക്കുക, മാംഗനീസ് ക്ലോറൈഡോ മാംഗനീസ് സൾഫേറ്റോ. അപ്പോൾ ആ ഒരു സോൾട്ട് പെറോക്സോ ഡൈ സൾഫേറ്റോ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെർമാംഗനേറ്റ് അയൺ കിട്ടും. അപ്പോൾ ഈ സ്മോൾ സ്കെയിൽ പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ ലാബിലൊക്കെ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസാണ് നമ്മൾ കാണുക. അപ്പം KMnO4 ഫോംസ് ഡാർക്ക് പർപ്പിൾ ക്രിസ്റ്റൽസ് വിച്ച് ആർ ഐസോസ്ട്രക്ചറൽ വിത്ത് ദോസ് ഓഫ് KClO4. KClO4ൻ്റെ സ്ട്രക്ചറുമായിട്ട് സിമിലാരിറ്റി ഉള്ള സ്ട്രക്ചറായിരിക്കും KMnO4നുള്ളത്. അതുപോലെ തന്നെ ഡാർക്ക് പർപ്പിൾ കളറായിരിക്കും KMnO4ന്. പിന്നെ അതിൻ്റെ അകത്ത് സെക്കൻഡ് പോയിൻ്റ്, ദ സാൾട്ട് ഈസ് നോട്ട് വെരി സൊല്യൂബിൾ ഇൻ വാട്ടർ. Then third one, when heated it decomposes and liberate oxygen. അപ്പോൾ ഈ പെർമാംഗനേറ്റ് അയൺ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഓക്സിജൻ്റെ ആ ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ്. ലബോറട്ടറി പ്രിപ്പറേഷനിൽ, ഓക്സിജൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് the manganate and permanganate ions are tetrahedral structure. നമ്മൾ അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്കാണ് ഇനി പോവുക. അപ്പോൾ ആ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് നോക്കുമ്പം ടെട്രാഹെഡ്രൽ രണ്ടിനും, മാംഗനേറ്റ് അയണിനും അതുപോലെ തന്നെ പെർമാംഗനേറ്റ് അയണിനും ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഒരെണ്ണം, അതായത് മാംഗനേറ്റ് അയൺ ഗ്രീൻ കളറിലും പെർമാംഗനേറ്റ് അയൺ പർപ്പിൾ കളറിലുമാണ് കാണപ്പെടുക. അപ്പോൾ ഈ the green manganate ion is paramagnetic in nature, but in the case of permanganate it is diamagnetic in nature. അതുപോലെ തന്നെ അവിടെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പാരാമാഗ്നറ്റിക് ആവാനുള്ള റീസൺ എന്താണ്? അതൊന്ന് ഓർത്തേക്കുക. അവിടെ മാംഗനീസ് എന്ന് പറയുന്നത് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പം 3D1 4s0 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. പിന്നെ അപ്പം അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, 1 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് അത് പാരാമാഗ്നറ്റിക് ആണ്. അതേസമയം ടെട്രാഹെഡ്രൽ പെർമാംഗനേറ്റിൻ്റെ കേസിൽ പർപ്പിൾ കളറാണ്, അതുപോലെ തന്നെ അത് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചറാണെന്ന് പറഞ്ഞു. പിന്നെ ഈ പർപ്പിൾ കളർ അതിൻ്റെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 3D0 4s0 ആണ് നമ്മൾക്ക് കിട്ടുക. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പെർമാംഗനേറ്റ് അയണിൻ്റെ കേസിൽ നമുക്കറിയാം പർപ്പിൾ കളറാണെന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ ആ പർപ്പിൾ കളറ് അല്ലെങ്കിൽ ഒരു കളറ് കിട്ടണമെങ്കിൽ, ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് കളർ തരണമെങ്കിൽ അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡി ഓർബിറ്റലിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് വേണമെന്ന്. പക്ഷേ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇത് കളർ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളറിനുള്ള റീസൺ അത് നിങ്ങളുടെ സിലബസിന്, അത് ശരിക്കും പറഞ്ഞാൽ ഹയർ ക്ലാസ്സുകളിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണുക. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പോയിൻ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ചാർജ് ട്രാൻസ്ഫർ, ആ ഒരു പോയിൻ്റാണ് അവിടെ ഓർക്കേണ്ടത്. ചാർജ് ട്രാൻസ്ഫർ മൂലമാണ് അവിടെ ആ ഒരു പെർമാംഗനേറ്റ് അയൺ കളർ തരുന്നത്, പർപ്പിൾ കളറ് തരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണാൻ പോവുക. അതിൽ എ ഫ്യൂ ഇമ്പോർട്ടൻ്റ് ഓക്സിഡൈസിങ് റിയാക്ഷൻസ് ഓഫ് KMnO4 ആർ ഗിവൺ ബിലോ.
ഇൻ ദ ഫസ്റ്റ് കേസ് ഇൻ അസിഡിക് സൊല്യൂഷൻ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ ന്യൂട്രൽ ഓർ ആൽക്കലൈൻ സൊല്യൂഷൻ്റെ കേസാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ MnO4 ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു മാംഗനീസിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ മാംഗനീസ് അയോണിന് റിഡക്ഷനാണ് അവിടെ ഓരോ റിയാക്ഷനിലും സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അയോഡിൻ ഈസ് ലിബറേറ്റഡ് ഫ്രം പൊട്ടാസ്യം അയോഡൈഡ്. അപ്പം അയോഡിൻ്റെ കേസിൽ ആ ഒരു റിയാക്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ നോക്കുക. അവിടെ I- കൺവേർട്ടഡ് ടു I2 അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 നിന്ന് 0 ആയിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന MnO4 മൈനസ് അയോൺ ആണ്. ദെൻ രണ്ടാമത്തെ കേസ് അയൺ 2+ കൺവേർട്ടഡ് ടു അയൺ 3+. അവിടെയും ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് നമ്മൾ MnO4 മൈനസ് തന്നെയാണ് എടുക്കുക. അതിൻ്റെ റിയാക്ഷനും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്സലേറ്റ് അയണിൻ്റെ കേസ് തേർഡ് വൺ ഓക്സലേറ്റ് അയൺ. പിന്നെ അടുത്തത് ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് ഓക്സിഡൈസ്ഡ്, സൾഫർ ബീങ് പ്രസിപ്പിറ്റേറ്റഡ്. ആ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് സൾഫ്യൂറസ് ആസിഡ് ഓർ സൾഫൈറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ടു എ സൾഫേറ്റ് ഓർ സൾഫ്യൂരിക് ആസിഡ്. അപ്പം സൾഫ്യൂറസ് ആസിഡ് ആണെങ്കിൽ സൾഫ്യൂരിക് ആയിട്ടും അതുപോലെ സൾഫൈറ്റ് ആണെങ്കിൽ സൾഫേറ്റ് ആയിട്ട് മാറുന്ന ആ ഒരു റിയാക്ഷൻ അവിടെയും MnO4 ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ അവിടെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, കണ്ടുപിടിക്കുന്ന വിധവും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് ആസിഡിക് സൊല്യൂഷൻ്റെ അകത്തുള്ള എക്സാമ്പിൾസ് തന്നിരിക്കുന്നത്. ദെൻ ന്യൂട്രൽ അല്ലെങ്കിൽ ആൽക്കലൈൻ സൊല്യൂഷൻ്റെ അകത്തുള്ളത്. അപ്പോൾ അവിടെയും 3 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കിയേക്കുക. ഏതെങ്കിലുമൊക്കെ മേ ബി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം അവിടെയും വരുന്ന ആ ഒരു റിയാക്ഷൻസൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പെർമാംഗനേറ്റ് ടൈട്രേഷൻസ് ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആർ അൺസാറ്റിസ്ഫാക്ടറി സിൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഓക്സിഡൈസ്ഡ് ടു ക്ലോറിൻ. നമ്മൾ പെർമാംഗനേറ്റ് ടൈട്രേഷൻസിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് സാധാരണ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ യൂസസ് ആണ് അടുത്തത് പറയാനുള്ളത്. യൂസസിൽ നമ്മൾ പ്രധാനമായിട്ട് ഈ വർഷം വോളിമെട്രിക് ടൈട്രേഷൻസ് അതായത് പ്രാക്ടിക്കൽ ചെയ്യുമ്പം നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എസ്റ്റിമേഷൻ ഓഫ് ഓക്സാലിക് ആസിഡിലും മോർ സോൾട്ടിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോളിമെട്രിക് അനാലിസിസിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബ്ലീച്ചിങ് ഓഫ് വൂൾ, കോട്ടൺ, സിൽക്ക്, പിന്നെ ടെക്സ്റ്റൈൽ ഫൈബേഴ്സ്, അതുപോലെ ഡീകളറൈസേഷൻ ഓഫ് ഓയിൽസ്. അപ്പോൾ പല ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലും ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ യൂസസും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടെ പഠിക്കണം. ഓക്കെ.